അങ്ങനത്തെ ഒരു മാനസിക അവസ്ഥ എന്ന് വെച്ചാൽ നമ്മളെ ഇതിലൊക്കെ ഈ വാദോത്തരം എന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, പലർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരുടെ ഒരു ഭാര്യയ്ക്ക് ഇങ്ങനെ ഉണ്ടായപ്പം ഇങ്ങനെ ഒരു പൂജാരി, മന്ത്രവാദമല്ല, ഒരു പൂജാരി, ഒരു ചേച്ചിയാണ് പൂജ നടത്തുന്ന ഒരു ക്ഷേത്രത്തിൽ. അപ്പോൾ അവർ ഇങ്ങനെ ഇതൊക്കെ പൂജയൊക്കെ നടത്തിയപ്പോൾ അന്ന് തൊട്ട് അവർക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ സമ്മതത്തോടെ അങ്ങനെ ഞാൻ പൂജ എടുത്തു. അതിന് ഒരുപാട് 10-60,000 വരെ ചെലവായി. പൂജയായിട്ട് മന്ത്രമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവർ പറയുന്ന കേട്ടാണ് ചെയ്തത്, മന്ത്രവാദമാണ്. അത് ഇവളെ സമ്മതത്തോടെ ഇവളെ അമ്മയോട് കൂടെയാണ് വന്നത്. അതിനെ ഇവർ പരാതിയായിട്ട് പിന്നീട് പറഞ്ഞത് ഞാൻ പിടിച്ചു കെട്ടി കൊണ്ടുപോയെന്ന്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ കൊണ്ടുവന്നവരെ നമ്പറുണ്ട്, അവരെ ഉണ്ട്. അവർക്ക് അല്ല, ഇവിടെ അല്ലാതെ ഫോണിൽ കൂടെ ഒക്കെ എന്റെ അടുത്ത് പറഞ്ഞു. അതെന്താ പറയാ വിനോദ, വിഷമവും കാര്യങ്ങളും വരുമ്പോൾ ചുമ്മാ ജയിക്കാൻ ഓരോന്ന് പറയുന്നതല്ലേ ഇത്. നിങ്ങൾ ഇത്രയും കാശ് മുടക്കി നിങ്ങൾ പൂജ നടത്തിയ മന്ത്രവാദം ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, നിങ്ങളത് അത് ചെയ്തത് ഭാര്യയെ നല്ല രീതിയിൽ കിട്ടണമെന്ന് വിചാരിച്ചിട്ടില്ല, അല്ലാതെ അവരെ കുറച്ചുകൂടെ ഭ്രാന്ത് വരാൻ വേണ്ടി. എന്നിട്ട് ഇനി പിന്നെ ഞാൻ ഈ വണ്ടി ഓടാൻ പോകുന്നതുകൊണ്ട് രാവിലെ പോയാൽ രാത്രിയെ വരുള്ളൂ. അപ്പോഴും ഇവക്ക് ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. ഇവള് പറയണത് ഇവക്ക് എന്റെ വീട്ടിൽ കഴിയാക്കൂല, അമ്മേരെ കൂടെ വാടക വീട്ടിൽ പോകണം. ഞാൻ എങ്ങനെ ഇവിടെ വിശ്വസിച്ചാക്കാം? നേരെ കുറ്റമായിട്ട് പറയണല്ല, കണ്ണ് കണ്ടുകൊടുത്താൽ അതെല്ലാം എനിക്കറിയാം. അത് ഒന്ന്. രണ്ടാമത് ഇങ്ങനത്തെ ഈ സൂക്കേടുണ്ട്, കൊച്ചിനെ കൊണ്ട് ഓട്ടോ ഇതോ അങ്ങനെയുള്ള ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ഒരു വാടക വീട്ടിൽ ഇട്ടിട്ട് എങ്ങനെ പോകും? അല്ല, പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അമ്മയുമായിട്ട് വല്ല ഉടക്കുമല്ലോ ഉണ്ടോ വീട്ടിൽ? അമ്മയായിട്ടുള്ള ഈ പ്രശ്നങ്ങളേ ഉള്ളൂ. ഇവളിങ്ങനെ എന്തെങ്കിലും എന്ന് വെച്ചാൽ കൊച്ചിന് ആഹാരമൊക്കെ വാരി കൊടുക്കുമ്പം ഇവള് വാ മാറി മൂക്കിനകത്തൊക്കെ കയറ്റും, ബാക്കി വാരി വെച്ച് കൊടുക്കും. ഇവള് പറയുന്നത് നമുക്ക് അറിയാന്നുള്ള സംഭവമാണ്. എന്നിട്ട് ഇത് കൊച്ച് ഛർദ്ദിച്ചാലും ആ ഛർദ്ദിനെ വാരി കൊടുക്കും. ഞാൻ ആ കൊച്ചിന് വയറ് വീത്ത് മതിയാക്കാൻ പറഞ്ഞാലും അത് കേൾക്കൂല. അങ്ങനെ പറയുമ്പോൾ വഴക്ക് പറയും, അത് അമ്മയും പറയും. അതൊന്നും ഇവക്ക് ഇഷ്ടമല്ല. അത് അല്ലാതെ അടിയോ തെറിവിളിയോ വല്ലതും ഉണ്ടോ? അത് ഇവിടെ വിളിച്ചിട്ടുണ്ട്, അവരും വിളിച്ചിട്ടുണ്ട്, രണ്ടുപേരും വിളിച്ചിട്ടുണ്ട്. സമയത്ത് വിനോദ് കയറി വല്ലതും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ചെയ്യരുതെന്ന്? അമ്മയടുത്ത് വല്ലതും പറയുകയോ? അങ്ങനെ കൂടുതലും ഞാൻ ഇവക്ക് ഇതൊക്കെ ആയതുകൊണ്ട് ഇവളെ അങ്ങനെ കുറ്റം പറഞ്ഞിട്ടില്ല, അമ്മയെ കുറ്റം പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇവള് അതിന് ആശയ്ക്ക് ഇരട്ടിയായിട്ട് ചെയ്യും. കാരണം ഇവിടെ ഇണങ്ങി വീട്ടിൽ നിൽക്കുമ്പോൾ ഒന്നും മിണ്ടൂല, അവിടെ ചെന്നിട്ട് ഫോണിൽ ഇവളെ സംസാരം അങ്ങനത്തെ രീതിയിലാണ്. കാരണം ഇത്ര കാഴ്ചയായിട്ട് എന്നെ പറ്റിച്ച് കല്യാണം കഴിച്ചിട്ടും ഞാൻ ഇത്ര നോക്കിയിട്ട് ഇവളെ അഹങ്കാരത്തോടാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അല്ല, നിങ്ങളുടെ കുറിച്ചൊക്കെ ഒത്തിരി മോശമായിട്ട് സംസാരിച്ചു, വിഷമമായി പോയി. അതാണ് മേഡം അത് സംസാരിച്ചത്. ഇവള് അമ്മയ്ക്കും പഠിത്തവും അത്ര വിവരമൊന്നുമില്ല. ഇവള് പറയുന്നതിനനുസരിച്ച് ഇവള് പറയുന്ന വാക്കുകൾക്ക് മറുപടിയായിട്ട് അവരും അത് പറയും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവള് ഇതെല്ലാം ആത്മഹത്യക്ക് ശ്രമിച്ച് ഇങ്ങനെ ആയിട്ട് പോലും ഞാൻ വീട്ടിൽ വന്ന വീണ്ടും പ്രശ്നമാവും. എനിക്ക് പേടിയുണ്ട്, ഇനി വന്നു കഴിഞ്ഞാൽ വല്ലതും പറ്റിക്കഴിഞ്ഞാൽ. ആദ്യമേ ഇവക്ക് ഇങ്ങനെ പറ്റിയത് അവള് ഞാൻ വീട്ടിലില്ലാന്ന സമയത്താണ്. അപ്പോഴേ ഇവിടെ അച്ഛനും എല്ലാവരും കൂടെ എന്നെ അടിക്കാൻ കയറി മെഡിക്കൽ കോളേജിൽ നിന്ന് വിടാനൊന്നും താമസിച്ചില്ല. പ്രൈവറ്റല്ലേ, അവരെ കൊല്ലാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവള് പറഞ്ഞാണ് കൂടെ വിട്ടത്. അപ്പോഴേ അവർ പറയണത് ഞാനാണ് കൊല്ലാൻ നോക്കിയത്. അപ്പോൾ ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊന്നെ അങ്ങനെ നാട്ടുകാരും എല്ലാവരും അങ്ങനെ പറയുള്ളൂ. അതുകൊണ്ട് എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറഞ്ഞു. വിനോദ് സ്ഥലത്തില്ലായിരുന്നു എങ്കിൽ തന്നെയും അവരുടെ മൊഴി, അവർ ഒരു ആസന്ന നിലയിൽ ഇരിക്കുന്ന സമയത്ത് മജിസ്ട്രേറ്റും പോലീസും ഒക്കെ അവിടെ വന്ന് മൊഴി എടുക്കാനായിട്ട് ആ മൊഴി നിങ്ങൾക്കെതിരായിട്ടോ അല്ലെ അമ്മയുടെ എതിരായിട്ടോ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ആണല്ലോ ഉള്ളിലാണ്. അത് അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് അതുകൊണ്ട് സംശയങ്ങളായി തുടങ്ങി. കാരണം ഇപ്പം കൊടുക്കുന്ന പരാതികളെല്ലാം ഇവള് കള്ളത്തരങ്ങളാണ്. അല്ല, അന്ന് പറഞ്ഞിട്ടില്ല. ലോകമേണ സാറ് അതിനുശേഷം ഇവള് പോലീസ് സ്റ്റേഷനിൽ പല രീതിയിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കള്ളത്തരമാണ്. ഇവള് പോലീസ് സ്റ്റേഷനിൽ പോലും നീതി കിട്ടിയില്ലെന്ന് പറഞ്ഞു. ഒരു പെണ്ണ് നീതി കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് നീതി കിട്ടുന്നത്? കാരണം അവർ വന്ന് അന്വേഷിച്ചപ്പോഴും കുറ്റമല്ല ഇവരെ ഭാഗത്താണ്. അല്ലെങ്കിൽ അവർക്ക് നീതി കിട്ടാത്തത് അതിന് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പോലീസിനോട് അകമ്പടിയോടുകൂടി വന്നിട്ട് പോലും അവർക്ക് തിരിച്ചു പോകാനായിട്ട് അവരുടെ വസ്ത്രങ്ങളോ മറ്റുള്ള സർട്ടിഫിക്കറ്റുകളോ എടുക്കാനായിട്ട് നിങ്ങളോ നിങ്ങളുടെ അമ്മയും സഹകരിച്ചില്ല. ഇവള് എടുത്ത് ചാടിപ്പോയി. അവൾ അങ്ങനെ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. വീണ്ടും അവള് വരാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അല്ലാതെ അതൊരു കുറ്റമായിട്ടല്ല. അല്ലാതെ എനിക്ക് എന്തിനാ അവളെ ഡ്രസ്സും അതൊക്കെ പോകരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർക്കും എന്താ അറിയോ ഇതിനകത്ത് സങ്കടകരമായിട്ടുള്ളൊരു കാര്യം എന്താ പറയുക, ഈ കുറവ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഒരു കാണുന്നവൻ അറിഞ്ഞുകൂടാ കാണാത്തവന്റെ ഒരു വേദന. ജന്മനാൽ അന്ധരായിട്ടുള്ളവർക്ക് അവരത് യൂസ്ഡ് ആണ്. പക്ഷേ കണ്ടുകൊണ്ടിരുന്നതിൻ്റെ കാഴ്ച നമ്മുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ കണ്ണ് മങ്ങിക്കൊണ്ടിരിക്കുന്നു, അതൊരു കുറ്റമായിട്ട് പോകുന്നു കുഞ്ഞിന്. അപ്പം നമ്മൾ കുറച്ച് കെയർ എടുക്കണം. വലിയ സങ്കടമുള്ളൊരു കാര്യമാണ് അതിനകത്ത്. അത് ഒരിക്കലും അവരുടെ കുറ്റം കൊണ്ടോ കുഴപ്പം കൊണ്ടോ പറ്റിയ ഒരു വൈകല്യമാണെങ്കിൽ നിങ്ങൾക്കത് പറയാം. നിന്റെ കയ്യിലിരിപ്പുണ്ടായതാണ്. ഇത് ദൈവം അങ്ങനെ ഒരു വിധി അതിന് കൊടുത്തുപോയി. നമ്മളതിനെ കുറിച്ച് പറഞ്ഞത് വലിയ വേദനയല്ലേ ഉണ്ടാവുള്ളൂ. അത് ഓക്കെ വേണം. പിന്നെ എനിക്കിപ്പോൾ അത് വേറെ പ്രശ്നമല്ല. ഇവള് വീട്ടിൽ നിൽക്കുന്നതിന് അങ്ങനെ ഒരു കുഴപ്പമില്ല. ഇവള് വന്ന് കുറച്ച് ദിവസം ഇവള് നിൽക്കും. അവള് തന്നെ സ്വയം എന്തെങ്കിലും ഒരു വഴക്കുണ്ടാക്കി ഇത് അവളെ സാധനങ്ങളെല്ലാം വാരിക്കെട്ടി അങ്ങ് പോവേണ്. അതെന്തുകൊണ്ടാണെന്നാണ് ഞാൻ അന്വേഷിച്ചത്. സത്യത്തിൽ ഈ കേസ് ഞാൻ ഈ കൊടുത്തതിലാണ് ഇവരെ വിളിപ്പിച്ചത്. അവളെന്തോ വേണോ പറഞ്ഞോട്ടെ, എനിക്കത് നിർബന്ധിച്ച് പറയാൻ താല്പര്യമില്ല. ഇനി കോടതി പോയ കേസ് ഞാൻ പറയാം.
അങ്ങനെ ഇതേപോലെ ഇവള് ഒരു കോടതിയിലല്ല, അത് വക്കീൽ ഓഫീസിലാണ് പോയത്. ഓഫീസിൽ അത് എൻ്റെ വീട്ടിൽ ഇവിടെ നിന്നിട്ട് വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയി കുറേ ദിവസം. എന്നിട്ട് ഞാൻ ഫോണിൽ വിളിച്ച് വരാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ വരില്ല എന്ന് പറഞ്ഞു. കാരണം എന്തോ, അത് എൻ്റെ വീട്ടിൽ വന്ന് കയറുമ്പോൾ നമുക്ക് തലയ്ക്ക് എന്തോലെ ആവും. കാരണം ഇങ്ങനത്തെ ഈ അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ടായിരിക്കും, ശരി വരണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞ്, എന്നിട്ട് ഇവള് കുറേ ദിവസം വിളിച്ചിട്ടും വരൂല. വരാതെ വന്നപ്പോൾ ഇവിടെ അച്ഛനൊക്കെ ദേഷ്യപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ്, വരൂല എന്ന് പറഞ്ഞു. അപ്പോഴേ എന്നിട്ട് കുറേ ദിവസം കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഫോൺ വിളിക്കൂല. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവള് വിളിച്ചു പറഞ്ഞു, കൊച്ചുങ്ങളെ അവർക്കാക്കും നോക്കാൻ പറ്റില്ല, കൊച്ചുങ്ങളെ ഇങ്ങനെ തരാം എന്ന് ഇവിടെ എൻ്റെ ഫോണിൽ കൂടെ പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ കൊച്ചുങ്ങളെ തന്നു കഴിഞ്ഞാലും നാളെ വന്ന് നിങ്ങൾ വന്ന് തിരിച്ചെടുത്തുകൊണ്ട് പോകും. അപ്പോഴേ എനിക്കൊരു ഇത് വേണം, ഇത് കോടതിയില അല്ലെങ്കിൽ ഓഫീസിലാ വന്ന് കൊച്ചുങ്ങളെ നീ എനിക്ക് തരണമായിട്ട് നിനക്ക് ആവശ്യമില്ല എന്ന് എഴുതി വെച്ചിട്ട് നീ പൊയ്ക്കോ, കൊച്ചുങ്ങളെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഇവള് സമ്മതിച്ച് എന്നെ വിളിച്ച്. ഞാൻ അവിടെ ചെന്ന് എൻ്റെ കൂടെ ഇവിടെ വന്ന് കൊച്ചുങ്ങളെ കൊണ്ടുവന്ന് ഈ വക്കീൽ ഓഫീസിൻ്റെ അവിടെ ചെന്നിട്ട് ഞാൻ അപ്പോഴും വക്കീലിൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞത്, സാറേ ഇവർക്ക് ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവളെ പറഞ്ഞ് മനസ്സിലാക്കി എൻ്റെ കൂടെ വിടണം എന്നാണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത്. അപ്പോഴും അവർ അതേപോലെ തന്നെ ഇവിടെ അടുത്ത് സംസാരിച്ച് ഒരു ഏകദേശം 1 മണിക്കൂറിൽ കൂടുതൽ സംസാരിച്ചപ്പോഴും ഇവൾ ഇനി എൻ്റെ കൂടെ വരില്ല, അവൾ കന്യാസ്ത്രീ ആവാൻ പോവുകയാണ്, കൊച്ചുങ്ങളെ ഇനി അവൾക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കണം. അങ്ങനെ വക്കീൽ ലാസ്റ്റ് ദേഷ്യപ്പെട്ട് കൗൺസിലിംഗ് 1 മണിക്കൂർ പറഞ്ഞ ശേഷം ഇവള് എന്റെ കൂടെ വന്നു. അങ്ങനെയാണ് വക്കീൽ ഓഫീസിൽ കൊണ്ടുപോയത്. ദീപ പറയുന്നതും വിനോദിന്റെ കൂടെ താമസിക്കണമെന്ന് തന്നെയാണ്. വിനോദും ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നതും അവര് വരണമെന്നുള്ളതാണ്. വിനോദ് ഒരു പരിഗണന മാത്രം കൊടുക്കുക. വിനോദ് അവരുടെ വീട്ടുകാരെ കുറെ തെറ്റുകൾ ചെയ്തു പോയി.